എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കനാൽ ബോയ്സിനെ അറിയില്ലേ? അഭിലാഷും ലെവിനും കനാലിൽ ഇരുന്ന് ബൺ കഴിച്ചാണ് അവർ ഫേമസ് ആയത്. ചിലപ്പോൾ ഇതൊക്കെ കേട്ട് പലർക്കും കളിയാക്കാനായിരിക്കും തോന്നുക. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന എനിക്ക് നന്നായിട്ടറിയാം, എന്ത് ചെയ്തിട്ടായാലും ഒരു വ്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് ഒരു കനാലിലിരുന്ന് ബൺ കഴിച്ചവർ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും വീടുകളിൽ എത്തിച്ചേർന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ കോണ്ടൻ്റ് ആണെങ്കിൽ കൂടിയും ആൾക്കാരെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവർ സക്സസ് ആയതും. കൂടുതൽ നെഗറ്റീവ് കോമൻസാണ് അവർക്ക് വരുന്നതെങ്കിലും അതിനെയൊക്കെ അവർ ഗുണമുള്ളതാക്കി അവരുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ആക്കി മാറ്റാൻ അവർക്കുള്ള കഴിവ് സമ്മതിച്ചേ പറ്റുള്ളൂ. അവർ സക്സസ്ഫുൾ ആണെന്ന് പറയാതെ വയ്യ. വളരെ കഷ്ടപ്പാടുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഈ രണ്ട് കുട്ടികളും വന്നിരിക്കുന്നത്. ഇവരോട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കൂ എന്നൊക്കെയാണ് കോമൻറ്റ് സെക്ഷനിലെ ആൾക്കാർ പറയാറുള്ളത്. വളരെ മോശമായ രീതിയിൽ ഇവരെ അപമാനിക്കാറുമുണ്ട്. എന്നാൽ ഈ ചേട്ടൻ എന്ന് പറയുന്ന അഭിലാഷ് പുള്ളിക്കാരനെയാണ് എല്ലാ രീതിയിലും ബോഡി ഷെയ്മിങ് അങ്ങനെ എല്ലാ രീതിയിലും അപമാനിക്കുന്നത്. മൂത്ത ആളെയാണ്, ഇളയാളെ അത്രയ്ക്കില്ല. എന്നാലും രണ്ടുപേരെയും നല്ല രീതിയിലൊന്നുമല്ല സമൂഹം കണ്ടിരുന്നത്. പക്ഷേ അവർ അതിലൊന്നും വീണുപോയില്ല. അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ വീഡിയോസ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സിനെ നേടിയെടുത്തിട്ടുണ്ട്. അഭിലാഷ് എന്ന ചേട്ടൻ്റെ കൂടെ ലെവിൻ എന്ന അനിയനും കൂടി ചേർന്നിട്ടാണ് കനാൽ ബോയ്സ് ഫെയിം നേടിയെടുത്തത്. എന്നാൽ അതിനുശേഷം അനിയനായിട്ടുള്ള ലെവിൻ സ്വന്തമായിട്ട് തൻ്റെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കി ഇടുന്ന ഒരു സ്വന്തമായിട്ടുള്ളൊരു ചാനലും നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് ഏകദേശം അതിലിട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് 100 മില്യൺ വ്യൂസിൽ കൂടുതൽ വന്നിരിക്കുകയാണ്. അത് എത്ര പേർക്ക് നമ്മുടെ കേരളത്തിലുള്ള യൂട്യൂബേഴ്സിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. വളരെ കുറച്ച് പേർക്കേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ 100 മില്യൺ വ്യൂസൊക്കെ. ഏകദേശം ഒരു ദിവസം കൊണ്ട് 200 ഫോളോവേഴ്സിനെയാണ് കിട്ടിയത്. ഒരു ഫോളോവറിനെ കിട്ടാൻ പെടുന്ന കഷ്ടപ്പാട് നമുക്കറിയാം. അപ്പോഴാണ് ഒരു 100K ഫോളോവേഴ്സിന് മുകളിൽ ലെവിൻ നേടിയെടുത്തിരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട്. മാത്രമല്ല ലെവിൻ്റെ ഈ ഒരു മോട്ടോർ വെച്ചിട്ടുള്ള പല പല കാര്യങ്ങൾ കണ്ടിട്ട്, ഈ കണ്ടുപിടുത്തങ്ങൾ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ സതീശൻ സാറും അവരെ ക്ഷണിച്ചിരുന്നു. അവരൊന്നിച്ചുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ടേനാണ് ഏകദേശം 100 മില്യൺ വ്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവരെ കളിയാക്കിയവരൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. 100 മില്യൺ വ്യൂസാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അനിയന് കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് ചേട്ടനെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ചിന്തിക്കേണ്ടത് കനാൽ ബോയ്സ് എന്ന് പറയുന്ന ആ ചേട്ടൻ തുടങ്ങിയ ചാനൽ കൂടിയാണ് ലെവിനും ഫെയിമിലേക്ക് ഉയർന്നത്. ഇപ്പോൾ ലെവിൻ്റേതായ രീതിയിൽ അത് ചെറിയ രീതിയിൽ മാറ്റിപ്പിടിച്ചു. അതും സക്സസ് ആയി മാറിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് എപ്പോഴും അഭിലാഷ് എന്ന ചേട്ടനിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ലെവിൻ ഇപ്പോൾ ലെവിൻ്റേതായ രീതിയിലും അത് വളർത്തിക്കൊണ്ടുവരുന്നു. രണ്ടുപേരും അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പിള്ളേരാണ്. ഇവരോട് ജോലിക്ക് പോകാൻ പറയുന്നവർ, ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് എനിക്കൊന്നും ആ വഴിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. കിട്ടുന്നതുകൊണ്ടൊന്നും വീട്ടിലേക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ അവരെ കിട്ടുന്ന ചെറിയ എമൗണ്ടൊക്കെ വെച്ചിട്ട് അവരുടെ ആ ഒരു കൊച്ചു വീട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഷീറ്റൊക്കെ ഇട്ട ഒരു വീടാണ്. ഇപ്പോൾ ലെവിൻ്റെ വീടാണെങ്കിലും പഞ്ചായത്തിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ കൊണ്ടുണ്ടാക്കിയ വീടാണ്. ചോർച്ചയുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. അവരാരും 100% സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷേ സക്സസ്സിലെത്താനായിട്ട് പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിതത്തിൽ എന്താ പറയുക, സക്സസ്സിനെ തേടിപ്പിടിക്കാൻ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അവർ എന്താ പറയുക, വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. എല്ലാവരെയും പോലെ അവർ സന്തോഷമായിട്ട് നല്ലൊരു വീട്ടിലുമൊക്കെ ജീവിക്കട്ടെ. അത്രയേ നമുക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. ഈ കുട്ടികളുടെ വീഡിയോസ് കണ്ട അന്ന് മുതൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കോമൻസിലും പോയി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ സക്സസ് 100 മില്യൺ വ്യൂസ് ഒരു വീഡിയോയ്ക്ക് വന്ന് 200 ഏകദേശം 100Kക്ക് മുകളിൽ ഫോളോവേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് കയറിയവർക്ക് വലിയൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വീട്
ഉണ്ടാക്കാനായിട്ട് ഇരുവർക്കും പറ്റട്ടെ. ഇവരുടെ സ്വപ്നങ്ങളൊക്കെ ദൈവം നേടിക്കൊടുക്കാനായിട്ട് അവർക്ക് സ്ട്രെങ്ത് കൊടുക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് മഴവിൽ മീഡിയയ്ക്കുള്ളത്. എല്ലാവിധ ആശംസകളും അഭിലാഷിനും ലെവിനും നൽകിയാണ്. മാത്രമല്ല ലെവിനെ ചേർത്ത് പിടിച്ച് ശ്രീ സതീശൻ സാറിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. അവരും എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയും ടോപ്പായിട്ടും നല്ല വീടിലും നല്ല സൗകര്യത്തിലും ഒക്കെ ജീവിക്കട്ടെ. അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ അവർ നേടിയെടുക്കട്ടെ. അതിനൊരു യൂട്യൂബ് ഫേസ്ബുക്കൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ടാണ് അവരെ സക്സസ് ആക്കുന്നത്. മാക്സിമം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അവരും സമൂഹത്തിൽ നല്ല ടോപ്പ് ലെവലിൽ എത്തിച്ചേരട്ടെ. അഭിലാഷേ, ലെവിനെ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും കട്ടയ്ക്ക് ഒന്നിച്ച് നിൽക്കുക. നെഗറ്റീവ് കോമൻസിനെ ഒന്നും തന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യുകയേ വേണ്ട. പകരം നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളുമൊക്കെ എന്നും നിലനിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും വലിയ സക്സസ് ആയിട്ട് മാറട്ടെ. നല്ലൊരു എഴുത്തുകാരനായിട്ട് അഭിലാഷം മാറട്ടെ. നല്ലൊരു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ട് ലെവിൻ മാറട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.